ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോ നമ്മൾ പച്ചക്കറി വിത്തുകൾ ട്രേയിൽ പാകുന്നതിനായി അതിനുള്ള മിശ്രിതം എങ്ങനെ തയ്യാറാക്കാമെന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ആ മിശ്രിതം ട്രേയിൽ നിറച്ച് എങ്ങനെ വിത്ത് പാകാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, അതുപോലെ തന്നെ പെർലൈറ്റ്, വെർമിക്കുലേറ്റ് എന്നിവ ചേർന്ന മിശ്രിതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അത് ഈ ട്രേയിൽ ഇതുപോലെ എടുത്ത് നന്നായി നിരത്തി കൊടുക്കുക. ഒരല്പം മിശ്രിതം ട്രേയുടെ മുകളിലേക്ക് എടുത്തിട്ടതിന് ശേഷം നന്നായി അത് നിരത്തി കൊടുക്കുക. അപ്പോൾ ഈ കുഴികളിലെല്ലാം മിശ്രിതം നന്നായി നിറഞ്ഞുകൊള്ളും. അത് നമ്മൾ നിരത്തി കൊടുക്കുന്ന അനുസരിച്ച് അത് തുല്യമായിട്ടുള്ള അളവിൽ അത് എല്ലാ കുഴികളിലേക്കും ഒരുപോലെ, അല്ലെങ്കിൽ ആ സെൽസിലേക്കും ഒരുപോലെ നിറഞ്ഞുകൊള്ളും. അങ്ങനെ ഇത് നന്നായി നിരത്തി എല്ലാ കുഴികളിലും അതിൻ്റെ എല്ലാ സെൽസിലും ഒരുപോലെ മിശ്രിതം നിറഞ്ഞതിന് ശേഷം അതൊന്ന് പതിയെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്നിലധികം ട്രേയിൽ ഒരുമിച്ച് നിറയ്ക്കുകയാണെങ്കിൽ ഒരു ട്രേ മറ്റൊന്നിൻ്റെ മുകളിൽ വെച്ച് ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അത് കുറച്ചുകൂടെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പണി എളുപ്പമുണ്ട്. പക്ഷെ നമ്മളിത് രണ്ട് സൈസ് ട്രേയിലാണ്, ഒന്ന് വലിയ സൈസും ഒന്ന് ചെറിയ സൈസും ട്രേയിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് ഒന്ന് പാകാൻ പോകുന്ന വിത്തുകൾ ഇവയാണ്. ഇത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും എല്ലാം ഈ വിത്തുകൾ കിട്ടും. അത്യാവശ്യം നല്ല മികച്ച അങ്കുരണശേഷിയുള്ള വിത്തുകളാണിവ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിൽ പയർ വിത്ത് എങ്ങനെ പാകാം എന്ന് നോക്കാം. നമ്മളെല്ലാ വിത്തുകളും ഇതിലേക്ക് പാകുന്നുണ്ട്. പയർ വിത്തിൻ്റെ മാത്രം ആണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിത്ത് പാകുന്നതിന് മുൻപായി മിശ്രിതം ഇതുപോലെ നന്നായി ഒന്ന് നനച്ചു കൊടുക്കാം. പൂവാലി കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുപ്പിയുടെ അടപ്പിൽ തുളയിട്ട് അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ നമുക്ക് നനച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ആ മിശ്രിതത്തിൻ്റെ മധ്യഭാഗത്തായി കുഴിയുടെ സെല്ലിൻ്റെ മധ്യഭാഗത്തായി ഒരു മിശ്രിതത്തിലൊരു ചെറിയ കുഴി ഉണ്ടാക്കുക. അതിലേക്ക് വിത്ത് വയ്ക്കുക. അതിനുശേഷം ഒരല്പം മീഡിയം എടുത്ത് ആ വിത്ത് ഇട്ടതിന് മുകളിലേക്ക് വിതറി കൊടുക്കുക. ഇതിൻ്റെ വലിപ്പത്തിന് തുല്യമായ ആഴമേ കുഴിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് നമ്മളിപ്പോൾ ഒരു വിത്തുകൾ, ഒന്നോ രണ്ടോ വിത്തുകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വിത്തുകൾ ഒരുമിച്ച് പാകുമ്പോൾ ഇതിന് പകരമായി നമ്മളെല്ലാ ആ സെല്ലുകളിലും ഒരുപോലെ വിത്ത് പാകിയതിന് ശേഷം അതിന് മുകളിലേക്ക് മിശ്രിതം തൂക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് എളുപ്പവഴി. അങ്ങനെ എല്ലാ സെൽസിലും നമ്മൾ ആവശ്യത്തിനുള്ള വിത്തുകളെല്ലാം നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഒന്നുകൂടി നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പ്രോ ട്രേ എടുത്ത് മറ്റേ പ്രോ ട്രേയുടെ മുകളിലേക്ക് അടുക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് എടുത്ത് മറ്റൊന്ന് മുകളിലേക്ക് അടുക്കി കൊടുക്കുമ്പോൾ അവിടെ ഈർപ്പം നിൽക്കുകയും വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഹ്യൂമിഡിറ്റി ലഭ്യമാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി ട്രേകൾ അടുക്കി കൊടുക്കുക. ഒരു 2-3 ദിവസത്തിനുള്ളിൽ വിത്തുകൾ മുളകൊട്ടാൻ തുടങ്ങും. പയർ, വെണ്ട തുടങ്ങിയ വിത്തുകൾക്കെല്ലാം ഏകദേശം 3 ദിവസം മതിയാകും. ഏറ്റവും മുകളിലായി വെക്കുന്ന ട്രേയുടെ മുകളിലേക്ക് ഇതുപോലെ ഒരു ചാക്ക് കൂടി വിരിച്ചു കൊടുത്താൽ അവിടെ ആവശ്യമുള്ള ഈർപ്പവും ചൂടുമെല്ലാം ലഭ്യമാകുകയും വിത്തുകൾ പെട്ടെന്ന് മുള പൊട്ടുന്നതിന് അത് സഹായകമാകുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം വിത്തുകൾ മുളച്ചതിന് ശേഷമുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.